പ്രിയമുള്ളവരെ, ആന്ധ്രാപ്രദേശിൽ നിന്ന് ചില രാഷ്ട്രീയ മാറ്റത്തിന്റെ കൊടുങ്കാറ്റുകൾ വീശിയടിക്കുന്നതായി തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയും അതുതന്നെയാണ്. ജഗ്മോഹൻ റെഡ്ഡി YSRCP കോൺഗ്രസ് നേതാവ്, അദ്ദേഹം തിരിച്ച് കോൺഗ്രസിലേക്ക് മടങ്ങുന്നതിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെയും വരുന്നത്. നമുക്കറിയാവുന്ന പോലെ 2019 ലോക്സഭാ ഇലക്ഷനിൽ YSRCP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് വളരെ പ്രബലമായ ഒരു ശക്തികളിലൊന്നായിരുന്നു ലോക്സഭയിൽ. ഏകദേശം 23 സീറ്റുകൾ ലോക്സഭയിൽ അവർക്കുണ്ടായിരുന്നു. മിക്ക ബില്ലുകളിലും BJP സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് ഒരു അടവ് നയമാണ് YSRCPയും അതിനെ നയിക്കുന്ന ജഗ്മോഹൻ റെഡ്ഡിയും സ്വീകരിച്ചത്. ആ സമയത്ത് അദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു. ലോക്സഭയിൽ BJPയെ നിർണായക സമയത്ത് പിന്തുണയ്ക്കുന്ന വഴി അദ്ദേഹം മിക്ക അഴിമതി കേസുകളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന ഒരു ആരോപണം അന്നേ ഉണ്ടായിരുന്നതാണ്. പക്ഷേ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പായപ്പോൾ സ്ഥിതിയാകെ മാറി. BJP അവിടെ ഒരു മുന്നണി രൂപീകരിച്ചു. അവര് തെലുങ്കുദേശം, ജനസേന, BJP മുന്നണി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ അധികാരത്തിൽ വന്നു. ലോക്സഭയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ലോക്സഭാ സീറ്റുകളിൽ 21 ആകെയുള്ള 25 സീറ്റിൽ 21 NDA നേടി. അപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ജഗ്മോഹൻ റെഡ്ഡിയെ BJPക്ക് ആവശ്യമില്ലാതായി എന്നതാണ് ഏറ്റവും പ്രധാനമായ യാഥാർത്ഥ്യം. അതായത് നേരത്തെ വളരെ തന്ത്രപ്രധാനമായ ബില്ലുകളിൽ BJPക്ക് വോട്ടിട്ട് തടി രക്ഷിച്ചുകൊണ്ടിരുന്ന ജഗ്മോഹൻ റെഡ്ഡി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ BJPക്ക് വേണ്ടാതായി. കാരണം അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിൽ ഭരണം നഷ്ടപ്പെട്ടു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ലോക്സഭയിൽ അംഗബലം 4 കുറഞ്ഞു എന്നതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയമായി ഒരു എടുക്കാച്ചരക്കായി മാറി. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുന്ന ജഗ്മോഹൻ റെഡ്ഡിക്ക് ഇപ്പോൾ ഒരു നിലനിൽപ്പ് അത്യാവശ്യമാണ് എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന ചന്ദ്രബാബു നായിഡു, തെലുങ്കുദേശം നേതാവ്, അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിനെതിരെ ഒരുപാട് അഴിമതി ആരോപണ കേസുകളുണ്ട്. തിരുപ്പതി മുതലായ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കേസുകളുണ്ട്. ആ കേസുകളൊക്കെ അന്വേഷിക്കണം, അദ്ദേഹത്തെ ജയിലിലാക്കണം എന്ന രീതിയിലേക്ക് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു ആവശ്യം ഉയരുകയാണ്. അദ്ദേഹം വളരെ ശക്തമായി തന്നെ ജഗ്മോഹനെതിരെ നടപടികൾ എടുക്കണമെന്ന ആവശ്യമായി മുന്നോട്ട് വരുന്നു. BJP അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യം അംഗീകരിക്കുവാനാണ് സാധ്യത. കാരണം ഇപ്പോൾ ജഗ്മോഹനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പഴയ രാഷ്ട്രീയ ബാർഗെയിനിങ് പവറില്ല, സ്വാധീനമില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ജഗ്മോഹൻ രാഷ്ട്രീയ അഭയം തേടി കോൺഗ്രസിലെത്തുവാനുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം കൂടി ആന്ധ്ര രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ജഗ്മോഹൻ റെഡ്ഡിയുടെ സഹോദരി YSR ശർമിള, അവരാദ്യം ഈ ജഗ്മോഹൻ റെഡ്ഡി കോൺഗ്രസുമായി പിരിഞ്ഞ് YSR കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിന്ന ആളാണ്. ആന്ധ്രാപ്രദേശ് വ്യാപകമായി പദയാത്രകളൊക്കെ നടത്തിയ വ്യക്തിത്വമാണ്. പിന്നീട് അവർ കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയും അവരോട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവും രാഹുൽ ഗാന്ധിയും ഒക്കെ കടപ്പ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവരവിടെ മത്സരിച്ചു. ഏകദേശം 1,45,000 പരം വോട്ടുകൾ നേടുകയും ചെയ്തു. അതായത് ഈ YSR കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം, ഈ രാജ്മോഹൻ റെഡ്ഡിയുടെ മരണശേഷം അവിടെ ആന്ധ്രാപ്രദേശിൽ റോസയ്യ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കോൺഗ്രസ് കൊണ്ടുവന്നത്. പക്ഷേ രാജ്മോഹൻ റെഡ്ഡിയുടെ മകൻ ജഗ്മോഹൻ റെഡ്ഡി അവിടെ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കോൺഗ്രസ് പരിഗണിച്ചത് മറ്റൊരു പേരാണ്, റോസയ്യ. അപ്പോൾ അതിൽ പരിഭവിച്ചാണ് ഈ ജഗ്മോഹൻ റെഡ്ഡി കോൺഗ്രസ് വിടുകയും YSRCP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത്. അതായത് കോൺഗ്രസ് അവിടെ YSRCPയുമായി വെട്ടിപ്പിളർന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് പ്രകടിപ്പിച്ചു തുടങ്ങിയത് ഈ ശർമിള കോൺഗ്രസിലേക്ക് വരുന്നതോടുകൂടിയാണ്. അതിനു മുമ്പ് വളരെ ചെറിയ ശതമാനം, 1-2% വോട്ടുകൾ മാത്രമൊക്കെയായിരുന്നു ഈ കോൺഗ്രസ് രാജ്മോഹൻ റെഡ്ഡിയുടെ മരണശേഷം നേടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവിന്റെ സ്വഭാവം ആന്ധ്രാപ്രദേശിൽ കാണിക്കുന്നുണ്ട് എന്നതാണ്. അതാണ് ജഗ്മോഹൻ റെഡ്ഡിയെ കോൺഗ്രസുമായിട്ട് അടുപ്പിക്കുന്ന മറ്റൊരു ഘടകം. അതായത് ഈ ശർമിളയുടെ ഒരു പ്രഭാവം കൊണ്ട് ഇപ്പോൾ ജഗ്മോഹൻ റെഡ്ഡി അഴിമതി കേസുകളിലൊക്കെ ആരോപണ വിധേയനായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ രാജ്മോഹൻ റെഡ്ഡിയുടെ മകൾ എന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ മകനേക്കാൾ കൂടുതൽ ബെറ്റർ മകൾ ശർമിളയാണ് എന്ന രീതിയിലേക്ക് അവരുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. കോൺഗ്രസും അതിൻ്റെ ഒരു കരുത്തിൽ വളർന്നു വരുവാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ശർമിളയാണ്. അപ്പോൾ ഈ ശർമിളയുടെ ഒരു രാഷ്ട്രീയ ഉദയം ഉണ്ടായാൽ, തൻ്റെ സഹോദരിയുടെ ഒരു രാഷ്ട്രീയ ഉദയം ഉണ്ടായാൽ തൻ്റെ ഭാവി അവതാളത്തിലാകുമോ എന്നൊരു ഭയം ജഗ്മോഹൻ റെഡ്ഡിക്കുണ്ട്. അതുകൊണ്ടാണ് ജഗ്മോഹൻ റെഡ്ഡി കോൺഗ്രസിലേക്ക് വരുവാനുള്ള ഒരു തീരുമാനം എടുക്കുന്നതെന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ മുഖ്യമന്ത്രിയും മാത്രമല്ല YSR കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു പാർട്ടിയുടെ നേതാവുമായ
ജഗ്മോഹൻ റെഡ്ഡി അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്ന് തൻ്റെ പാർട്ടിയെ കോൺഗ്രസ് ലയിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ശർമ്മിള എന്ന് പറയുന്ന ആൾ അവിടെ അപ്രസക്തമാകും. അപ്പോൾ ജഗ്മോഹൻ റെഡ്ഡിക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുവാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിന് അടുത്ത ഇലക്ഷനിൽ അധികാരത്തിൽ വരുവാൻ കഴിയുമെന്നൊക്കെയുള്ള രാഷ്ട്രീയ നിഗമനമാണ് ജഗ്മോഹൻ റെഡ്ഡിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജഗ്മോഹൻ റെഡ്ഡി കോൺഗ്രസിലേക്ക് തിരിച്ചു വരുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന ഒരു വിശദീകരണം കൂടി വരുന്നുണ്ട്. മറ്റൊരു കാര്യം, അവിടെ ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് കളിക്കുവാൻ BJP ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ജഗ്മോഹൻ റെഡ്ഡിയും രാജ്മോഹൻ റെഡ്ഡിയും ഒക്കെ അവർ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും കൺവെർട്ടഡ് ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഒക്കെ അവിടെ കളിക്കുവാൻ BJP ശ്രമിക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കുവാനും ഒക്കെ കോൺഗ്രസ് ആണ് നല്ലത് എന്ന ഒരു തീരുമാനത്തിലേക്ക് ജഗ്മോഹൻ റെഡ്ഡി എത്തുന്നു. മാത്രമല്ല, ഒരുപക്ഷെ ഈ അഴിമതി കേസുകളിലൊക്കെ ഒരുപക്ഷെ ജഗ്മോഹൻ റെഡ്ഡി അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ YSRCP എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കോൺഗ്രസ് ആണെങ്കിൽ ദേശീയ വ്യാപകമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പിന്തുണ ദേശീയ വ്യാപകമായി കിട്ടും. പ്രക്ഷോഭങ്ങളൊക്കെ കോൺഗ്രസ് ദേശീയ വ്യാപകമായി ഏറ്റെടുത്തേക്കും എന്ന ഒരു കാര്യം കൂടി ജഗ്മോഹൻ റെഡ്ഡി ഇപ്പോൾ കോൺഗ്രസിലെത്തുവാൻ പ്രേരിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ വരികയാണ്. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് സംസ്ഥാന കോൺഗ്രസിലെ ചില അംഗങ്ങളൊക്കെയും ഈ ആപത്ത് കാലത്ത് പാർട്ടി വിട്ടുപോയ ഒരാളെ തിരിച്ചു കൊണ്ടുവന്ന് ഉന്നത സ്ഥാനങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കുന്നതിനെ എതിർക്കുന്നു എന്ന ചില വാർത്തകളും തെലുങ്ക് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും BJPയെ നിർണായകമായ പല ഘടകങ്ങളിലും സഹായിച്ചിട്ടുള്ള ആളാണ് ജഗ്മോഹൻ റെഡ്ഡി. കോൺഗ്രസ് പാരമ്പര്യം ഉണ്ടായിരുന്നിട്ട് പോലും ആ പേരിലും, അയാളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ കോൺഗ്രസ് എന്ന പേരുണ്ടായിട്ട് പോലും BJPയുമായിട്ട് വളരെ സൗഹൃദം പുലർത്തിയിരുന്ന ഒരാൾ അയാളെ പിന്നെ BJP വേണ്ടെന്ന് വെച്ചപ്പോൾ, കറിവേപ്പില പോലെ ഉപേക്ഷിച്ചപ്പോൾ തിരിച്ച് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുന്ന ഒരാളെ സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ ആന്ധ്രാപ്രദേശ് കോൺഗ്രസിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും അഖിലേന്ത്യാ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക കക്ഷികളുടെ ഒക്കെയും ഒരു അസ്തമയത്തിൻ്റെ സൂചനകൾ ലഭിക്കുന്നു എന്നാണ്. ഇപ്പോൾ പഞ്ചാബിൽ അകാലിദളായാലും ജനതാദൾ യുണൈറ്റഡ് ആയാലും ഒറീസയിൽ ബിജു ജനതാദൾ ആയാലും ഒക്കെ അവരുടെ ഒരു പ്രാധാന്യം അത് കുറയുന്നു. ദേശീയ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസും BJPയും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് എന്ന രീതിയിലേക്ക് ഒരുപക്ഷെ 2029 ലോക്സഭാ ഇലക്ഷൻ എത്തിയേക്കാം എന്ന ഒരു രാഷ്ട്രീയ നിഗമനം വരികയാണ്. പ്രത്യേകിച്ചും പ്രാദേശിക പാർട്ടികളെയൊക്കെ BJP വിഴുങ്ങുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രാദേശിക പാർട്ടികൾ, പ്രത്യേകിച്ചും ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള പാർട്ടികളൊക്കെ അവർ കോൺഗ്രസ്